നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. ദിവസേന ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്നത് ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ് മൂലം CPU യൂണിറ്റിൽ തീ പിടിച്ചതുകൊണ്ടാണെന്ന അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത്. ബാറ്ററി സൂക്ഷിച്ച മുറിയിൽ നിന്നാണ് കെട്ടിടത്തിൽ സംഭവ ദിവസം പുക നിറഞ്ഞത്. യൂണിറ്റിലെ ഒരു ബാറ്ററി ചൂടായി വീർത്താണ് ഷോർട്ടേജിന് കാരണമായത്. ഇത് പൊട്ടിത്തെറിക്കുകയും തീ മറ്റു ബാറ്ററികളിലേക്ക് പടർന്ന് അവയും പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇത്തരത്തിൽ 34 ലെഡ് ആസിഡ് ബാറ്ററികളാണ് കത്തി നശിച്ചത്. മറ്റിടങ്ങളിലേക്ക് തീ പടർന്നിരുന്നില്ല. പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. പരിശോധനകൾ തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം. ചികിത്സാ സേവനങ്ങളും സൗകര്യങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആശുപത്രിയിൽ നടത്തിവരുന്നത്. നിലവിൽ താൽക്കാലിക സജ്ജീകരണങ്ങൾക്കുള്ള നടപടികൾ പൂർത്തിയായി. പഴയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനവും ആരംഭിച്ചു. പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. ഇന്ത്യ ആക്രമിക്കുകയോ ജലവിതരണം മുടക്കുകയോ ചെയ്താൽ ആണവായുധങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ആയുധശേഖരവും ഉപയോഗിക്കുമെന്ന് റഷ്യയിലെ പാക് നയതന്ത്രജ്ഞൻ മുഹമ്മദ് ഖാലിദ് ജമാലിയുടെ ഭീഷണി. റഷ്യൻ മാധ്യമമായ ആർടിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രകോപനപരമായ പരാമർശം. പാകിസ്ഥാനിൽ ഇന്ത്യ സൈനിക ആക്രമണം നടത്താൻ പദ്ധതി ഇടുന്നുവെന്ന വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ മുഹമ്മദ് ഖാലിദ് ചോർന്നു കിട്ടിയ ചില രേഖകൾ പ്രകാരം പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങൾ ആക്രമിക്കുമെന്ന വിവരം കിട്ടിയെന്നും പറഞ്ഞു. മാർപ്പാപ്പയുടെ വേഷമണിഞ്ഞുള്ള AI ചിത്രം പങ്കുവച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വ്യാപക വിമർശനം. ട്രംപിന്റെ നടപടി ബാലിശമെന്ന് KCBC വക്താവ് ഫാദർ തോമസ് തറയിൽ പ്രതികരിച്ചു. കത്തോലിക്ക സമൂഹത്തിന് ഇതിൽ പ്രതിഷേധമുണ്ടെന്നും വിശിഷ്ടമായ പാപ്പാസ്ഥാനത്തെ അദ്ദേഹം ഇത്രമേൽ ലാഘവത്തോടെ കാണുന്നു എന്നതിൽ വേദനയുണ്ടെന്നും KCBC. ഫ്രാൻസിസ് പാപ്പായുടെ നിലപാടുകളോടുള്ള വിയോജിപ്പ് ഈ വിധത്തിലല്ല പ്രകടിപ്പിക്കേണ്ടതെന്നും അതിൽ മാന്യത കാണിക്കണമെന്നും KCBC. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ച് ഇന്ത്യ. ചെനാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടറാണ് ഇന്ത്യ താഴ്ത്തിയത്. ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെ നേരിട്ട് ബാധിക്കും. ദലം നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും ഇന്ത്യ താഴ്ത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തുടർച്ചയായ 10ാം ദിവസവും രാത്രി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വെടിയുതിർത്തു. പാക് നടപടിക്ക് തക്ക മറുപടി നൽകിയതായി കരസേന അറിയിച്ചു. പാകിസ്ഥാൻ മുൻ മന്ത്രി ഇമ്രാൻഖാൻ, മുൻ മുഖ്യമന്ത്രി ബിലാവൽ ഭൂട്ടോ എന്നിവരുടെ എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ വിലക്കി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിലെ അവകാശങ്ങൾക്കൊന്നും തടസ്സമുണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സമൂഹത്തിന്റെ സ്വത്താണ് ആഘോഷങ്ങൾ. കൂടുതൽ പേർക്ക് ഇത്തവണ വെടിക്കെട്ട് കാണാൻ സൗകര്യം ഒരുക്കാമായിരുന്നുവെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമായില്ലെന്നും സുരേഷ് ഗോപി. പൂരം കാണാൻ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ സൗകര്യം ഒരുക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകാൻ ഇരിക്കുകയാണ്. പടക്ക നിർമ്മാണശാലകളിലെ വെടിക്കെട്ട് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകാൻ കഴിയില്ല. സർക്കാരും നിയമങ്ങളും ഭേദഗതികളും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചല്ല എന്നും സുരേഷ് ഗോപി. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി K രാജന്റെ മൊഴി. പൂരം തടസ്സപ്പെട്ട സമയത്ത് പലതവണ ഫോണിൽ വിളിച്ചിട്ടും MR അജിത് കുമാറിനെ കിട്ടിയില്ല. പ്രശ്ന സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇടപെട്ടില്ല. പൂര ദിവസം രാവിലെ മുതൽ അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും മോശം ഇടപെടലുണ്ടായെന്നും മന്ത്രി മൊഴി നൽകി. പൂരം നടത്തിപ്പിലെ വീഴ്ച അന്വേഷിക്കുന്ന DGPയുടെ സംഘത്തിനാണ് മന്ത്രി മൊഴി നൽകിയത്. KPCCയിൽ നേതൃമാറ്റമുണ്ടാകുമെന്ന പ്രചാരണങ്ങൾ തള്ളി K സുധാകരൻ. അത്തരത്തിൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് താൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടായതോടെ പ്രസിഡന്റിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാറേണ്ട സാഹചര്യമില്ലെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അത് അംഗീകരിക്കുമെന്നും സുധാകരൻ ശനിയാഴ്ച പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ താൻ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ നേതൃത്വത്തിലുള്ള മധ്യ ഇടതുകക്ഷിയായ ലേബർ പാർട്ടി വിജയത്തിലേക്ക്. പാർലമെന്റിലെ 150 അംഗസഭയിൽ 78 സീറ്റിലാണ് ലേബർ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത്. പീറ്റർ ഡ്യൂട്ടൺ നയിക്കുന്ന പ്രതിപക്ഷമായ ലിബറൽ പാർട്ടിയാണ് രണ്ടാമത്.
ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് വത്തിക്കാൻ പ്രഖ്യാപിച്ച 9 ദിവസത്തെ ദുഃഖാചരണം ഇന്ന് അവസാനിക്കും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പേപ്പൽ ചാപ്പലിൽ ഇന്നത്തെ കുർബാനയിൽ കർദിനാൾമാരെല്ലാവരും പങ്കെടുത്തു. കോൺക്ലേവ് തുടങ്ങുന്ന 7 രാവിലെയും കുർബാനയുണ്ട്. വോട്ടവകാശമുള്ള കർദിനാൾമാർ ചൊവ്വാഴ്ച വൈകിട്ട് സാന്താമാർത്ത അതിഥി മന്ദിരത്തിലേക്ക് താമസം മാറും. കോൺക്ലേവ് അടുത്തതോടെ അടുത്ത പാപ്പായെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം വിവാദങ്ങളും സജീവമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലാണ് പ്രധാനമന്ത്രിയും വ്യോമസേനാ മേധാവിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയും വ്യോമസേനാ മേധാവിയും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച നടന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ വിവിധ സേനാ മേധാവിമാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ.